മാന്തോപ്പ് സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറുന്നു. കേരളപ്പിറവി സുവർണ ജൂബിലി സ്മാരകമായ മാന്തോപ്പിനായി ചിലവഴിച്ചത് ലക്ഷക്കണക്കിന് രൂപ. പാലപ്പിള്ളി കുണ്ടായിൽ കാട്ടാന ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് കുടുംബം. തിരുവില്ലാമലയിൽ തെരുവ് കാളയുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് പരിക്ക്. തുടർച്ചയായ വേലിയേറ്റം മൂലമുള്ള ദുരിതം പേറി കൊടുങ്ങല്ലൂരിലെ പുഴയോരവാസികൾ. മണ്ണ് നീക്കം ചെയ്ത് പുഴയുടെ ആഴം കൂട്ടി വേലിയേറ്റം നിയന്ത്രിക്കണമെന്ന് നാട്ടുകാർ. തൃപ്രയാർ സെന്ററിൽ അപകടങ്ങൾ പതിവാകുന്നു. സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കുകയോ അപകട സാധ്യതാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയോ വേണമെന്ന ആവശ്യം. ചെറുതുരുത്തിയിൽ അമിത വേഗതയിൽ വന്ന കാറിടിച്ച് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവത്തിൽ യുവാവിനെതിരെ കേസെടുത്തു. അപകടവുമായി ബന്ധപ്പെട്ട് പോലീസിൽ ലഭിച്ചത് 15 പരാതികൾ. വാർത്തകൾ വിശദമായി. കേരളപ്പിറവി സുവർണ ജൂബിലി സ്മാരകമായ മലാറയിലെ മാന്തോപ്പ് സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറുന്നു. സംസ്ഥാന സർക്കാർ കേരളപ്പിറവി സുവർണ ജൂബിലി സ്മാരകമായി 50 സ്മാരകങ്ങൾ തീർക്കാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് നാട്ടുമാന്തോപ്പ് എന്ന ആശയം സുഗതകുമാരി പങ്കുവച്ചത്. തിരുവില്ലാമല പഞ്ചായത്തിലെ മലാറയിൽ 10 ഏക്കറിൽ 2006 നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ തൈ നടാൻ മന്ത്രിമാർക്കൊപ്പം സുഗതകുമാരി എത്തുകയും ചെയ്തിരുന്നു. മാന്തോപ്പിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നതിനോടൊപ്പം തന്നെ പ്രകൃതിയും സംസ്കാരവും പഠിക്കാനുതകും വിധം സർവകലാശാല നിലവാരത്തിലുള്ള പഠന കേന്ദ്രം സ്ഥാപിക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രിമാർ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യയിലെ തന്നെ പല വിധത്തിലുള്ള 1000-ലധികം നാട്ടുമാവിൻ തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് 200ഓളം മാവുകൾ മാത്രമേ ഉള്ളൂ. കാട് കയറി കാട്ടുപന്നികളുടെയും മദ്യപ സംഘങ്ങളുടെയും താവളമായി ഇവിടം മാറി. ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ ഉദ്ദേശിച്ച് വിനോദസഞ്ചാരികൾക്കായി എല്ലാ സൗകര്യങ്ങളും കൂടി ഒരു കെട്ടിടവും ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഉണ്ടാക്കിയിരുന്നു. എന്നാൽ സാമൂഹിക വിരുദ്ധർ അതിന്റെ പൂട്ടുകളെല്ലാം പൊളിക്കുകയും ബാത്റൂമുകളെല്ലാം നാശമാക്കിയ അവസ്ഥയിലാണ്. സാധാരണക്കാരന്റെ നികുതി പണമായ കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ പല സംവിധാനങ്ങൾ വഴി ഇവിടെ മുടക്കിയിരിക്കുന്നത്. കൈത്തറി വില്ലേജ് എന്നും ടെമ്പിൾ വില്ലേജ് എന്നും പേരുള്ള തിരുവില്ലാമലയിൽ ടൂറിസത്തിന് ഏറെ സാധ്യതകൾ ഉള്ള സ്ഥലമാണ്. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ച് മാന്തോപ്പിനെ നല്ല രീതിയിൽ പരിപാലിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ചേലക്കര. പാലപ്പിള്ളി കുണ്ടായിൽ ബൈക്ക് യാത്രക്കാരായ കുടുംബത്തിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. കുണ്ടായി എസ്റ്റേറ്റ് ജീവനക്കാരനായ കുഞ്ഞിപ്പയും ഭാര്യയും മകളും ബൈക്കിൽ പോകുമ്പോഴാണ് സംഭവം. മകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മടങ്ങുന്നതിനിടെ റോഡിൽ നിന്നിരുന്ന കാട്ടാനയുടെ മുൻപിൽ അകപ്പെടുകയായിരുന്നു. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. ആനയുടെ 5 മീറ്റർ അകലെയെത്തിയ ഇവർക്ക് നേരെ ആന പാഞ്ഞടുക്കുകയായിരുന്നു. ബൈക്ക് റോഡിലിട്ട് ഓടിയ 3 പേരും തലനാരിഴയ്ക്കാണ് ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഓടുന്നതിനിടെ ശ്വാസം കിട്ടാതെ റോഡിൽ ഇരുന്ന കുഞ്ഞപ്പയുടെ അടുത്തേക്ക് പാഞ്ഞുവന്ന ആനയെ ഭാര്യ കയ്യിൽ കരുതിയ ടോർച്ച് എടുത്ത് എറിയുകയായിരുന്നു. ഇതിനിടെ ഇവരുടെ നിലവിളി കേട്ട് സമീപത്തെ ഡിസ്പെൻസറിയിലെ ജീവനക്കാരനും ഓടിയെത്തി. അതുവഴി വന്ന വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവരുടെ ജീപ്പിലാണ് ഇവരെ വീട്ടിലെത്തിച്ചത്. കൂട്ടം തെറ്റിയ ആന ദിവസങ്ങളായി പ്രദേശത്ത് ഭീതി പരത്തുകയാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനെ മയക്കുവെടിവെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഉണ്ടായി ഹോസ്പിറ്റലിലേക്കാണ് പോയത്. റിട്ടേൺ വരുന്ന വഴിയിൽ ആനയുടെ മുന്നിൽ ഞങ്ങൾ പെടുകയും ഒരു രക്ഷയിൽ ഒരു 5 മീറ്ററോളം അടുത്താണ് ആന ഉണ്ടായിരുന്നത്. ആ വണ്ടി ഉപേക്ഷിച്ച് ഞങ്ങൾ ഓടി. ഞങ്ങളുടെ കയ്യിൽ ടോർച്ച് ഉണ്ടായിരുന്നു, വലിയ ടോർച്ചായിരുന്നു അത്. ആ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ഓടിയതിന് ശേഷം ഒരു 100-150 മീറ്റർ ഞങ്ങൾ ഓടി. 100 മീറ്റർ ഓടി വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ഞാനൊരു ആസ്മ പേഷ്യൻ്റാണ്, ഞാൻ വയ്യാണ്ടായി. ഞാൻ കിടന്നു. മോളൊരു 100 മീറ്റർ മുന്നിൽ ഓടുന്നു. ഓടുന്നിട്ട് 100 മീറ്റർ മുന്നിൽ ഓടിയിട്ട് മോള് വിളിച്ച് അവിടുന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറയണം, ഉപ്പച്ചിയെ ആന തട്ടി ആനത് എടുത്തെത്തി ഓടുന്ന് അവള് വിളിച്ച് പറയുന്നു. പക്ഷെ എനിക്ക് വയ്യാണ്ടായിട്ട് ഞാനവിടെ ഇരുന്നു, കിടന്നതിന് ശേഷം ഒപ്പം പെണ്ണോടി തിരിച്ചു ഓടി വന്നിട്ട് ആ ടോർച്ച് ആനയുടെ നേരെ എറിഞ്ഞെടുത്തു. തിരുവില്ലാമലയിൽ തെരുവ് കാളയിടിച്ച് വയോധികയ്ക്ക് പരിക്കേറ്റു. തിരുവില്ലാമല മടപ്പുള്ളിപ്പടി വീട്ടിൽ ദാക്ഷായണിക്കാണ് പരിക്കേറ്റത്. വീട്ടിൽ നിന്നും കടയിലേക്ക് പോകാൻ നടന്നു വരികയായിരുന്ന ഇവരെ പുറകിൽ നിന്ന് കാള ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. കൂടുതൽ ആക്രമണത്തിന് മുതിരുന്നതിനു മുൻപ് നാട്ടുകാർ രക്ഷിച്ചു. വീഴ്ചയുടെ ആഘാതത്തിൽ വലതുകൈ ഒടിയുകയും മുഖത്തിന് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ ദാക്ഷായണി ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. തിരുവില്ലാമലയിൽ അലഞ്ഞുതിരിയുന്ന കാളകൾ വഴിയാത്രികരെ ആക്രമിക്കുന്നത് നിത്യസംഭവമാണ്. പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം.
വേലിയേറ്റം പതിവാകുമ്പോൾ കൊടുങ്ങല്ലൂരിന്റെ പുഴയോരങ്ങളിലെ ജീവിതം ദുരിതപൂർണമാകുന്നു. നാളിതുവരെയില്ലാത്ത വേലിയേറ്റത്തിൽ പുഴയോരം മുങ്ങുന്ന സാഹചര്യത്തിൽ ഇനി എന്ത് എന്ന ചോദ്യം ഉത്തരമില്ലാതെ അവശേഷിക്കുകയാണ്. കനോലി കനാലിന്റെയും കാഞ്ഞിരപ്പുഴയുടെയും തീരപ്രദേശങ്ങളിലാണ് വേലിയേറ്റം ദുരിതം സൃഷ്ടിക്കുന്നത്. 4 ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ഗോത്തുരുത്ത്, കൊടുങ്ങല്ലൂരിലെ ഉഴുവത്തുകടവ്, കാവിൽക്കടവ്, എൽത്തുരുത്ത്, ആനാപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വേലിയേറ്റം ശക്തമായിട്ടുള്ളത്. കടൽവെള്ളം പുഴയിലേക്ക് അളവിലധികം ഒഴുകിയെത്തുന്നത് മൂലമാണ് വേലിയേറ്റമുണ്ടാകുന്നത്. വർഷം തോറും ഈ പ്രതിഭാസം ഉണ്ടാകാറുണ്ടെങ്കിലും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വെള്ളത്തിന്റെ അളവ് കൂടുതലാണ്. ചിലയിടങ്ങളിൽ വെള്ളം വീട്ടിനകത്ത് വരെ എത്തും. കടലിൽ ജലനിരപ്പ് ഉയരുകയും പുഴയുടെ ആഴം കുറയുകയും ചെയ്തതോടെ വേലിയേറ്റം കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. 2018 പ്രളയത്തോടെയാണ് മണ്ണിടിഞ്ഞ് പുഴ ആഴം കുറഞ്ഞ നിലയിലായത്. മുൻകാലങ്ങളിൽ പുഴയിൽ നിന്നും മണ്ണും ചെളിയും എടുക്കുക പതിവായിരുന്നു. നിയമതടസ്സം മൂലം മണ്ണെടുപ്പിന് നിയന്ത്രണം വന്നതോടെ പുഴയുടെ അടിത്തട്ടിൽ മണ്ണ് വന്നടിയുകയും പുഴയ്ക്ക് ആഴം കുറയുകയും ചെയ്തു. മണ്ണ് നീക്കം ചെയ്ത് പുഴയുടെ ആഴം കൂട്ടുന്നത് വഴി വേലിയേറ്റം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു. വേനൽക്കാലത്ത് പോലും ഇവിടെ ഈ പുഴയിൽ ഈ കരയിലേക്ക് ഈ പാവപ്പെട്ട ഈ തീരപ്രദേശത്ത് താമസിക്കുന്ന ഈ പാവപ്പെട്ട കുടുംബങ്ങളിലേക്ക് വെള്ളം കയറുന്നത്. ഇതിൻ്റെ ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഈ പുഴയുടെ ആഴം കൂട്ടി അതിൻ്റെ ഇരുകരകളും നല്ല രീതിയിൽ സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പുഴയ്ക്ക് ആഴം കൂടുന്നതോടെ കോട്ടപ്പുറം പൊന്നാനി ജലപാതയിലൂടെ സുഗമമായ യാത്രയ്ക്ക് വഴിയൊരുങ്ങുകയും ചെയ്യും. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇനിയും ഉണ്ടായിട്ടില്ല. വേലിയേറ്റം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ തീരദേശവാസികൾ കുടിയൊഴിയേണ്ട അവസ്ഥയിലാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. അപകടങ്ങൾ പതിവായ തൃപ്രയാർ സെന്ററിൽ സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കുകയോ അപകട സാധ്യതാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയോ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. അപകട സാധ്യത ഏറെയുള്ളതും ഏറ്റവും തിരക്കേറിയ സ്ഥലവുമാണ് തൃപ്രയാർ സെന്റർ. 10 വർഷങ്ങൾക്ക് മുൻപ് നാട്ടിക പഞ്ചായത്ത് അധികൃതർ തിരക്ക് കുറയ്ക്കുന്നതിനു വേണ്ടി സ്ഥാപിച്ച സിഗ്നൽ സംവിധാനവും ഡിവൈഡറും ഇന്ന് ഉപയോഗശൂന്യമായ നിലയിലാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് 3 വർഷത്തിനകം തന്നെ സിഗ്നൽ സംവിധാനം താറുമാറായി. ലക്ഷങ്ങൾ ചിലവ് ചെയ്ത് പഞ്ചായത്തും പോലീസും സംയുക്തമായി സ്ഥാപിച്ച സുരക്ഷാ ക്യാമറകളും പൂർണ്ണമായും നാശത്തിന്റെ വക്കിലാണ്. ക്യാമറകൾ സ്ഥാപിച്ച ഇരുമ്പ് തൂണുകൾ വ്യാപാരികൾക്കും നാട്ടുകാർക്കും ദുരിതമായി. സിഗ്നൽ ലൈറ്റുകൾ കത്താതായതോടെ രാത്രിയിൽ വാഹനങ്ങൾ ഡിവൈഡറിൽ ഇടിച്ചുള്ള അപകടങ്ങൾ തുടർക്കഥയായി മാറി. ഡിവൈഡറിനോട് ചേർന്നുള്ള അശാസ്ത്രീയമായ ബസ് സ്റ്റോപ്പുകൾ അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും കാരണമാകുന്നതായി ആക്ഷേപമുണ്ട്. അടിയന്തരമായി അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിച്ച് രാത്രികാല യാത്രികരെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, തൃപ്രയാർ. അമിത വേഗതയിൽ വന്ന കാറിടിച്ച് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവത്തിൽ യുവാവിനെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. 15ഓളം പരാതികളാണ് യുവാവിനെതിരെ സ്റ്റേഷനിൽ ലഭിച്ചത്. പരിക്കേറ്റവർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യാഴാഴ്ച രാത്രി പോലീസ് കസ്റ്റഡിയിലെടുത്ത റസീം എന്ന യുവാവിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ബന്ധുക്കളോടൊപ്പം ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ചെറുതുരുത്തി SHO അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം നടത്തിവരികയാണ്. പോലീസ് ഉന്നത സ്വാധീനം ചെലുത്തി കേസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രതിയെ സംരക്ഷിക്കുകയാണെന്നും INL നേതാവ് ഷാജി പള്ളം ആരോപിച്ചു. CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തെരഞ്ഞെടുത്തു. ജില്ലാ കമ്മിറ്റി യോഗമാണ് 11 അംഗ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. KV അബ്ദുൽ ഖാദർ, UP ജോസഫ്, KK രാമചന്ദ്രൻ, സേവ്യർ ചിറ്റ്ലപ്പള്ളി, PK ഡേവിസ്, PK ഷാജൻ, PK ചന്ദ്രശേഖരൻ, TK വാസു, KV നഫീസ, TV ഹരിദാസ്, M ബാലാജി എന്നിവരാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, PB അംഗം A വിജയരാഘവൻ, K രാധാകൃഷ്ണൻ, PK ബിജു, MV ജയരാജൻ, MM വർഗീസ്, Dr. R ബിന്ദു എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞിരക്കോട് സെന്ററിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച അപകടം. രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസാണ് കാറിലിടിച്ചത്. വടക്കാഞ്ചേരി കുന്നംകുളം റോഡിൽ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടമുണ്ടായത്. പുന്നേർകുളത്ത് നിന്നും രോഗിയുമായി പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ആംബുലൻസ് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കാറിന്റെ പിന്നിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആംബുലൻസിനും കാറിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും യാത്രക്കാർക്കാർക്കും പരിക്കില്ല. ഈ സമയം അതുവഴി പോവുകയായിരുന്ന കുന്നംകുളം MLA AC മൊയ്തീൻ അപകടസ്ഥലത്ത് ഇറങ്ങുകയും രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു.
ക്രിസ്തുവിന്റെ പീഠാനുഭവ സ്മരണയിൽ ഭക്തിനിർഭരമായി പാലയൂർ തീർത്ഥകേന്ദ്രം. വിശുദ്ധ വാരാചരണത്തിന്റെ പരിസമാപ്തിയിലേക്ക് കടക്കുന്ന വിശ്വാസികൾക്കായി സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റ് പാണേങ്ങാടൻ തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, സെന്റ് ഫ്രാൻസിസ് സ്കൂൾ അധികാരി റവറന്റ് ഫാദർ അഗസ്റ്റിൻ SFO എന്നിവർ സഹകാർമ്മികരായി. വിലാപയാത്രയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഇടവക ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചിരിയം കണ്ടത്ത്, ചാക്കോ പുലിക്കോട്ടിൽ, ഹൈസൺ P. സേവിയർ വാഗയിൽ എന്നിവർ നേതൃത്വം നൽകി. ദുഃഖവെള്ളി ദിനത്തിൽ തീർത്ഥാടന കേന്ദ്രമായ കനകമല കുരിശുമല കയറാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനെത്തി. ചാലക്കുടി തഹസിൽദാർ KA ജേക്കബ് അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘത്തോടൊപ്പമാണ് കളക്ടർ കനകമല കുരിശുമടി കയറാനെത്തിയത്. ജില്ലയിലെ ഏക കുരിശുമുടി തീർത്ഥകേന്ദ്രമായ കനകമല തീർത്ഥാടന കേന്ദ്രത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് കളക്ടർ പറഞ്ഞു. കൈക്കാരന്മാരായ ജോസ് വേട്ടുമണിക്കൽ, ജോയ് കളത്തിങ്കൽ എന്നിവർ കളക്ടറെയും സംഘത്തെയും അനുഗമിച്ചു. റെക്ടർ ഫാദർ മനോജ് മേക്കാടത്ത്, സഹവികാരിമാരായ ഫാദർ അജിത്ത് തടത്തിൽ, ഫാദർ റെയ്സൺ തട്ടിൽ, കൈക്കാരന്മാരായ ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി തുടങ്ങിയവർ സന്നിഹിതരായി. എക്സ്പീരിയൻസ് ആയിരുന്നു. ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിൽഗ്രിമേജ് സെൻ്ററാണ്. കൂടാതെ തന്നെ ഒരുപാട് വിശ്വാസികൾ ഇവിടെ വരുന്നുണ്ട്, വിശ്വാസികളല്ലാത്തവരും വരുന്നുണ്ട്. നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചും പിന്നെ അല്ലാതെ നല്ലൊരു ട്രെക്കിംഗ് എക്സ്പീരിയൻസും കൂടെയാണ് കനകമലയിൽ തരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഇവിടെ ഒരു സമയമെങ്കിലും വന്നിട്ടുണ്ടാവേണ്ടതാണ്. ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്കിൽ ഗതാഗതക്കുരുക്കിൽ മണിക്കൂറുകളോളം വാഹനങ്ങൾ കുടുങ്ങി. സർവീസ് റോഡിലെ ടാറിംഗ് ഇളകിപ്പോയതിനെ തുടർന്ന് രൂപപ്പെട്ട കുഴിയിൽ എറണാകുളം ഭാഗത്തുനിന്നും ഗോതമ്പ് കയറ്റിവന്ന കണ്ടെയ്നർ ലോറി താഴ്ന്നതാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. താണിപ്പാടം മുതൽ പീച്ചി റോഡ് വരെ കിലോമീറ്ററുകളോളം വാഹനങ്ങൾ കുടുങ്ങി. പീച്ചി പോലീസിന്റെയും ഹൈവേ റിക്കവറി വിംഗിന്റെയും നേതൃത്വത്തിൽ മണിക്കൂറുകൾക്ക് ശേഷമാണ് ക്രെയിൻ ഉപയോഗിച്ച് വാഹനം നീക്കിയത്. ഭാരവാഹനങ്ങൾ കടത്തിവിടുമ്പോൾ സർവീസ് റോഡ് കൂടുതൽ ബലപ്പെടുത്താത്തതും യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താൻ പുതിയ കരാർ കമ്പനി തയ്യാറാകാത്തതുമാണ് ഇത്തരം സംഭവങ്ങൾക്ക് വഴിവെക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. അവധിക്കാലമായതോടെ ആമ്പല്ലൂർ ജംഗ്ഷൻ കടക്കാൻ വാഹനങ്ങൾക്ക് ഏറെ നേരമാണ് എടുക്കേണ്ടി വരുന്നത്. അടിപ്പാതയുടെ ബോക്സ് നിർമ്മാണം പൂർത്തിയായെങ്കിലും സർവീസ് റോഡുകളുടെ പണി ഇഴഞ്ഞു നീങ്ങുന്നതാണ് ഗതാഗതക്കുരുക്ക് ഒഴിയാത്തതിന്റെ കാരണം. ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമുള്ള സർവീസ് റോഡുകൾ ദിവസങ്ങൾക്ക് മുൻപേ ടാറിംഗ് പൂർത്തിയാക്കിയെങ്കിലും റോഡിലെ കലുങ്ക് നിർമ്മാണം വലിച്ചു നീട്ടുകയാണ്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ റോഡിന്റെ ശോചനീയാവസ്ഥയും കുരുക്കേറാൻ കാരണമാകുന്നുണ്ട്. വരന്തരപ്പള്ളി, കല്ലൂർ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന വാഹനങ്ങളും സർവീസ് റോഡിലേക്ക് എത്തുന്നതോടെ ദേശീയപാതയിൽ അഴിയാക്കുരുക്കാകും. പല സമയത്തും തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലെ തിരക്ക് പുതുക്കാട് വരെ നീണ്ടുപോകാറുണ്ട്. തിരക്കിനിടയിലുണ്ടാകുന്ന ചെറിയ അപകടങ്ങളുമാകുമ്പോൾ വാഹനനിര പിന്നെയും നീളും. അടിപ്പാത നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപേയാണ് സർവീസ് റോഡ് പൊളിച്ചത്. ഡ്രൈനേജുകൾ പൂർത്തിയാക്കാത്തതുമൂലം മഴവെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ടോൾപാതയിൽ ദേശീയപാത അതോറിറ്റിയും ടോൾ കരാർ കമ്പനിയും നടത്തുന്ന നവീകരണ പ്രഹസനങ്ങൾക്ക് ഇരയാകുകയാണ് യാത്രക്കാർ. TCV ന്യൂസ്, പുതുക്കാട്. കാറളം വെള്ളാനിയിൽ സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന ലൈഫ് ഫ്ളാറ്റ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. 2020 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത നിർമ്മാണ പദ്ധതിയാണ് തൂണുകളും ഇരുമ്പ് ചട്ടക്കൂടുകളുമായി അവശേഷിക്കുന്നത്. കാറളം പഞ്ചായത്ത് വെള്ളാനിയിൽ നൽകിയ 84 സെന്റ് സ്ഥലത്താണ് 2 ബ്ലോക്കുകളിലായി 74 കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് നിർമ്മിക്കാനായിരുന്നു പദ്ധതി. 9,20 ലക്ഷം രൂപ ചെലവഴിച്ച് 500 സ്ക്വയർ ഫീറ്റിൽ ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകാനായിരുന്നു പദ്ധതി. കിഫ്ബിക്കായിരുന്നു നിർമ്മാണ ചുമതല നൽകിയത്. അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് കരാർ ഏറ്റെടുത്തത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി 6 മാസം കൊണ്ട് ഫ്ളാറ്റുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് സർക്കാർ അവകാശപ്പെട്ടത്. എന്നാൽ വർഷം 5 കഴിഞ്ഞിട്ടും ഫ്ളാറ്റിന്റെ നിർമ്മാണം എങ്ങുമെത്തിയില്ല. മതിയായ തൊഴിലാളികൾ ഇല്ലെന്ന കാരണം പറഞ്ഞ് കമ്പനി ആദ്യഘട്ടത്തിൽ തന്നെ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയതാണ് നിർമ്മാണം നിലയ്ക്കാൻ പ്രധാന കാരണം. ഇതോടെ സർക്കാരോ പഞ്ചായത്ത് അധികൃതരോ നിർമ്മാണം പുനരാരംഭിക്കാൻ യാതൊരു നടപടിയും ചെയ്തില്ല. വടക്കാഞ്ചേരിയിലെ ലൈഫ് ഫ്ളാറ്റ് പോലെയാണ് കാറളം വെള്ളാനിയിലെ ഫ്ളാറ്റുകളുടെ അവസ്ഥ. ഫ്ളാറ്റ് നിർമ്മാണം ആരംഭിക്കുമ്പോൾ തന്നെ പഞ്ചായത്തിലെ വീടും സ്ഥലവും ഇല്ലാത്ത നിരവധി കുടുംബങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതി അടക്കമുള്ളവർ ഫ്ളാറ്റ് വാഗ്ദാനം ചെയ്തിരുന്നതായി പഞ്ചായത്ത് മെമ്പറും BJP നേതാവുമായ അജയൻ തറയിൽ പറഞ്ഞു. ഫ്ളാറ്റ് ലഭിക്കുമെന്ന വിശ്വാസത്താൽ നിരവധി പേരും ഇപ്പോഴും വാടക വീടുകളിലാണ് താമസിക്കുന്നത്. 72 കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് കൊടുക്കാമെന്നാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അന്ന് പറഞ്ഞിട്ടുള്ളത്. 2020 അതിൻ്റെ മുഖ്യമന്ത്രി ഓൺലൈനായിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. 6 മാസം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്.
6 മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 വർഷമായി, ഇതുവരെയും ഒരു പണി നടന്നിട്ടില്ല. അത് പ്രതീക്ഷിച്ചിരിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവർ വേറൊരു വീടിന് വേണ്ടിയിട്ട് ധനസഹായത്തിന് വേണ്ടിയിട്ട് പിന്നെ ഒരു അപേക്ഷ കാര്യങ്ങൾ ഇവർ കൊണ്ടുപോകാണ്ട് ഇവരൊക്കെ വാടക വീട്ടിൽ ഇപ്പോൾ കിട്ടുമെന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ വാടക വീട്ടിലുള്ളവരോടൊക്കെ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോഴേക്കും പറയുന്നത്. ഫ്ളാറ്റ് നിർമ്മാണം ഉടൻ പൂർത്തീകരിച്ച് ഗുണഭോക്താക്കൾക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് ശക്തമായ സമര പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് BJP. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കടങ്ങോട് വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ പുനർനിർമ്മാണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ ഒപ്പുശേഖരണവും പ്രതിഷേധവും ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ നാടകമാണെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ പറഞ്ഞു. റോഡ് BMBC നിലവാരത്തിൽ നിർമ്മിക്കുന്നതിനുവേണ്ടി 3.5 കോടി രൂപ AC മൊയ്തീൻ MLA വകയിരുത്തിയിരുന്നു. ഇതിനുവേണ്ടി എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നടപടികളിലേക്ക് കടക്കാനിരിക്കുകയാണ്. നിലവിൽ റോഡരികിൽ കാനകീറി ജൽജീവൻ പദ്ധതിയുടെ പൈപ്പിടൽ നടക്കുന്നുണ്ട്. ഇത് പൂർത്തിയാക്കിയാൽ നിർമ്മാണത്തിനാവശ്യമായ നടപടികളിലേക്ക് കടക്കും. വെള്ളറക്കാട് സബ് സെന്റർ നിർമ്മാണ ഉദ്ഘാടനത്തിൽ MLA ഇക്കാര്യം പ്രഖ്യാപിച്ചിരുന്നു. യോഗത്തിൽ പങ്കെടുത്ത വാർഡംഗം അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാമായിരുന്നതാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനിരിക്കെ തങ്ങളുടെ സമരത്തിന്റെ ഭാഗമായിട്ടാണ് പണികൾ പുനരാരംഭിക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് സമരാഭാസം നടത്തുന്നതെന്ന് വൈസ് പ്രസിഡന്റ് പറഞ്ഞു. ഈ ആഭാസ സമരം അത് വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ ഭാഗമായി ഒരു ഒപ്പുശേഖര സമരം നടത്തിയത് അത് ഒരു രാഷ്ട്രീയ നാടകം അല്ലെങ്കിൽ ഒരു കപട സമരമായിട്ടാണ് പറയാനുള്ളത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമരമുറ എന്ന രീതിയിലാണ് പറയാനുള്ളത്. കഴിഞ്ഞ സബ് സെന്റർ നിർമ്മാണ ഉദ്ഘാടനത്തിൽ കുന്നംകുളം MLA AC മൊയ്തീൻ 3,54,00,000 രൂപ പാസ്സായതായും ആ ജൽജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈനിന്റെ പണി കഴിഞ്ഞതിന് ശേഷം ഈ പണി ആരംഭിക്കാനുള്ള അതിന്റെ ടെൻഡർ നടപടിയിലേക്ക് നീങ്ങുമ്പോഴാണ് കോൺഗ്രസിന്റെ ഈ ആഭാസ സമരം. അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമര രീതി അല്ലെങ്കിൽ സമരമാണ് എന്നാണ് പറയാനുള്ളത്. ഈ യോഗത്തിനകത്ത് വാർഡ് മെമ്പറും കോൺഗ്രസിന്റെ പ്രതിനിധികളും എല്ലാം പങ്കെടുത്ത യോഗത്തിലാണ് MLA പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ രീതിയിലുള്ള സമരങ്ങളെ ജനങ്ങൾ തള്ളിക്കളയണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും മണ്ണുത്തി സ്വദേശിയുമായ പണിക്ക് വീട്ടിൽ നൌഫിൽ എന്നയാളെ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കാപ്പ ചുമത്തി. നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതിയായിരുന്ന നൌഫൽ ജയിലിലായിരുന്നു. പിന്നീട് വീണ്ടും നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മണ്ണുത്തി പോലീസ് കാപ്പ ചുമത്തുന്നതിനു വേണ്ട നടപടികൾ ആരംഭിച്ചത്. നൌഫീലിനെ 6 മാസത്തേക്കാണ് ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിട്ടുള്ളത്. വധശ്രമം ഉൾപ്പെടെ 5ഓളം കേസിലെ പ്രതിയാണ് നൌഫീൽ. 24ാമത് രാമു കാര്യാട്ട് അവാർഡുകൾ സമ്മാനിച്ചു. ജനകീയ സൌഹൃദവേദിയുടെ നേതൃത്വത്തിൽ കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവൽ വേദിയിൽ വെച്ചാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഗോകുലം ഗോപാലൻ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജനകീയ സൌഹൃദവേദി ചെയർമാൻ ശോഭ സുബിൻ അധ്യക്ഷനായി. മികച്ച നാടകത്തിനുള്ള അവാർഡും 50,000 രൂപയും പ്രശസ്തി പത്രവും സാഹിതി തിയേറ്റേഴ്സിന്റെ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന നാടകത്തിന് സമ്മാനിച്ചു. മികച്ച സംവിധായകൻ ബ്ലസി, പാൻ ഇന്ത്യൻ താരമായി തെരഞ്ഞെടുത്ത ഉണ്ണിമുകുന്ദൻ, മികച്ച നടൻ ആസിഫ് അലി, മികച്ച നടി അപർണ ബാലമുരളി, സിനിമാറ്റിക് ബ്രില്യൻസ് അവാർഡ് ജോജു ജോർജ് എന്നിവർ ഏറ്റുവാങ്ങി. വലിയൊരു ഓണറാണ്. അനുബന്ധിച്ച് രാമു കാര്യാട്ട് സാറിന്റെ പേരിലുള്ള ഒരു അവാർഡ് ഫെസ്റ്റിവൽ ഇവിടെ സാഗരമാണ് കാണികളായിട്ട് അവാർഡ് ഫോർ ബാസ്ഫലിയാണ്. താങ്ക് യു സോ. എനിക്ക് വളരെ സന്തോഷമുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് എന്തിന്റെ പേരിലാണെങ്കിലും തോമസ് 2024 വിശ്വനാടക ചലച്ചിത്ര സാംസ്കാരിക പ്രവർത്തകനായിരുന്ന ഗിരീഷ് കർണാട്ടിന്റെ നാമധേയത്തിലുള്ള തിയേറ്റർ സ്മാരകവേദി 5ാമത് അവാർഡിന് കവിയും ഗാനരചയിതാവും നാടൻപാട്ട് കലാകാരനുമായ രമണൻ തളിക്കുളത്തിന് തെരഞ്ഞെടുത്തു. ജൂറി അംഗങ്ങളായ ഡോക്ടർ ടി ആരോമൽ, ഡോക്ടർ തുളസീധരക്കുറുപ്പ്, സബീർ കലാകുടീരം എന്നിവർ ചേർന്നാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. രമണൻ തളിക്കുളം എഴുതിയ എന്നും എന്റെ മൊയ്തീൻ എന്ന കവിതയ്ക്കാണ് അവാർഡ്.
മെയ് 29-ന് പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര ഗാനരചയിതാവ് വയലാർ ശരത് ചന്ദ്രവർമ്മ അവാർഡ് വിതരണം ചെയ്യും. മതസൌഹാർദ്ദത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ചിത്രങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വിവാഹ ക്ഷണക്കത്ത് വേറിട്ടതായി. 3 മുറി 9 ചൂരക്കാടൻ പ്രശാന്തിന്റെ മകൾ ആർഷയുടെ വിവാഹ ക്ഷണക്കത്തിലാണ് വിവിധ മതവിഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ചിത്രങ്ങൾ ചേർത്തിട്ടുള്ളത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുവചനത്തിനൊപ്പം ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം, ശ്രീ പരമേശ്വരൻ, 3 മുറി ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാൻ എന്നീ ചിത്രങ്ങളും ക്ഷണക്കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം താജ്മഹലിന്റെ ചിത്രവുമുണ്ട്. മാള വടമ പാമ്പുമേക്കാട്ട് മന ഗാർങ്ങാപ്പാണി ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു. 3 ആനകളെ അണിനിരത്തി കൊടിക്കൽ പറ നടന്നു. മേളത്തിന് 70 കലാകാരന്മാർ പങ്കെടുത്തു. അലിവ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ സിംബോസിയവും പ്രതിരോധ ജ്വാലയും സംഘടിപ്പിച്ചു. ഇ.ടി. ടൈസൺ എം.എൽ.എ. സിംബോസിയം ഉദ്ഘാടനം ചെയ്തു. അലിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് വി.എം. ഷൈൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി.കെ. രാജു, ലഹരിവിരുദ്ധ പ്രചാരകൻ മുഹമ്മദ് സ്വാലിഹ്, കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി.കെ. ഗീത, കെ. കുഞ്ഞുമൊയ്തീൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ.ആർ. വിനോദ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായി. കുരിശിന്റെ വഴിയിൽ നടന്നു തളർന്ന വിശ്വാസികൾക്ക് കുടിനീർ നൽകി നഗരസഭാ കൌൺസിലറും സഹപ്രവർത്തകരും. ദുഃഖവെള്ളിയാഴ്ചയിൽ കോട്ടപ്പുറം ഇടവകയിൽ നടന്ന പരിഹാര സ്ലീവ പാതയിൽ പങ്കെടുത്തവർക്കാണ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.എസ്. കൈസാബിന്റെ നേതൃത്വത്തിൽ 35-ാം വാർഡ് വികസന സമിതി കുടിവെള്ളം വിതരണം ചെയ്തത്. ഇ.എ. നവാസ്, വി.എസ്. ബൈജു, ഇ.എ. നിഷാദ്, മനോജ് എന്നിവരും കുടിവെള്ള വിതരണത്തിൽ പങ്കാളികളായി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യ കാർമ്മികനായി. സഹവികാരി ഫാദർ ജീസ് അക്കരപ്പറ്റേക്കൽ പീഡാനുഭവത്തിന്റെ സന്ദേശം നൽകി. ഡീക്കൻ ബിൻസ് മുട്ടത്തിൽ സഹകാർമ്മികനായി. കുരിശിന്റെ വഴിയുടെ അനുസ്മരണവുമായി പരിഹാര പ്രദക്ഷിണവും നഗരി കാണിക്കലും നടന്നു. കൈക്കാരന്മാരായ എം.വി. ഷാൻഡോ, ടി.എസ്. ജെയ്സൺ, എം.കെ. ജോൺസൺ, ടി.ഒ. ഷൈജു എന്നിവർ നേതൃത്വം നൽകി. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ദുഃഖവെള്ളി ആചരണം ഭക്തിസാന്ദ്രമായി. ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പീഡാനുഭവ പ്രസംഗം ഫാദർ ലിജോ പോൾ ബ്രഹ്മകുളം CMI നിർവഹിച്ചു. സഹവികാരിമാരായ ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ലിവിൻ കുരുതുകുളങ്ങര, ട്രസ്റ്റിമാരായ O.J. ഷാജൻ, പിയൂസ് പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. മുന്നോട്ട് നീങ്ങുവാൻ ഒളരിക്കര ചെറുപുഷ്പം ദേവാലയത്തിൽ നഗരി കാണിക്കൽ ചടങ്ങ് ഭക്തി നിർഭരമായി. പള്ളി വികാരി ഫാദർ വിൽസൺ പിടിയത്ത്, അസിസ്റ്റന്റ് വികാരി ബിജോയ് പൊൻ പറമ്പിൽ, ഡീക്കൻ ഫാദർ ജിമ്മീൻ പുത്തൻപറമ്പിൽ, കൈക്കാരന്മാരായ ഷൈജൻ ചക്കാലയ്ക്കൽ, ജസ്റ്റിൻ ചെമ്മണ്ണൂർ, എൽവിൻ ആന്റണി എന്നിവർ നേതൃത്വം നൽകി. എറവ സെന്റ് തെരേസസ് കപ്പൽ പള്ളിയിൽ പെസഹ രാത്രിയിൽ അരങ്ങേറിയ നാടകം അഗാബെ ശ്രദ്ധേയമായി. യേശുവിന്റെ അന്ത്യ അത്താഴം പ്രമേയമാക്കി സീനിയർ CLC യൂണിറ്റാണ് നാടകം അവതരിപ്പിച്ചത്. ഒരേ സമയം 3 സ്റ്റേജുകളിലായാണ് നാടകം അരങ്ങേറിയത്. കൊച്ചിൻ കലാഭവൻ പ്രസിഡന്റ് ഡോക്ടർ ചെറിയാൻ കുനിയന്തേടത്ത് രചിച്ച പ്രത്യേക ഗാനവും നൃത്തവും നാടകത്തിന്റെ ഭാഗമായി. കപ്പൽപ്പള്ളി വികാരി ഫാദർ റോയ് ജോസഫ് വടക്കനായിരുന്നു ക്രിയേറ്റീവ് ഹെഡ്. ഇടവകാംഗങ്ങളായ ഡെലീഷ് പൊന്മാണി രചനയും സിജോ കാഞ്ഞിരത്തിങ്കൽ സംവിധാനവും നിർവഹിച്ച അഗാപ്പയിൽ യേശുവായി അരങ്ങിലെത്തിയത് കപ്പൽപ്പള്ളി സഹവികാരിയും ചെന്നൈ സ്വദേശിയുമായ ഫാദർ ജോഷ്വിൻ കൊക്തനാണ്. 45 മിനിറ്റുള്ള നാടകത്തിൽ ഇടവകയിലെ 4.5 വയസ്സുള്ള കുട്ടി മുതൽ 77 വയസ്സുകാരൻ ഉൾപ്പെടെ 40 പേർ അഭിനയിച്ചു. പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയിലൂടെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ അവ്യക്ത് മേനോനെ ആദരണീയം സാംസ്കാരിക പൌരാവലി ആദരിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, മുൻ MLA TV ചന്ദ്രമോഹൻ, മുൻ മേയർ IP പോൾ, A പ്രസാദ്, കോർപ്പറേഷൻ കൌൺസിലർ സുനിത വിനു, സന്തോഷ് കോലഴി തുടങ്ങിയവർ സംസാരിച്ചു.
കരയാതിരിക്കാൻ പാട്ടുപാടി സമൂഹമാധ്യമങ്ങളിൽ വൈറലായി അമ്മ. കൊണ്ടാഴി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കുഞ്ഞിന് പ്രതിരോധ വാക്സിൻ എടുക്കാൻ വന്ന കുട്ടികൾ കരയാതിരിക്കാനായി കുട്ടികളോട് പാട്ടുപാടാൻ ഡോക്ടർ സതീഷ് പരമേശ്വരൻ ആവശ്യപ്പെടുകയായിരുന്നു. ഫോണിൽ പകർത്തിയ പാട്ട് സാമൂഹ്യമാധ്യമങ്ങളിൽ വൈറലാവുകയായിരുന്നു. കൊണ്ടാഴി ശ്രീധന്യയാണ് ഗാനമാലപിച്ച് ശ്രദ്ധേയമായത്. പാലക്കിൽ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ പള്ളിയിൽ പെസഹ ദിനത്തോടനുബന്ധിച്ച് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു. വയ്ക്കാനായി 15 അടി ഉയരത്തിൽ തെർമോകോളിൽ നിർമ്മിച്ച അരുളിക്ക ശ്രദ്ധേയമായി. ഇടവകയിലെ കലാകാരനായ ജിജോ തറയിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് 1 മാസത്തെ പ്രയത്നത്തിലൂടെ അരുളിക്ക ഒരുക്കിയത്. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ ദുഃഖവെള്ളിയാഴ്ചയോടനുബന്ധിച്ച് കുരിശിന്റെ വഴി നടന്നു. ദൃശ്യാവിഷ്കാരവും പ്രദക്ഷിണത്തിലുണ്ടായിരുന്നു. നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, രൂപതാ വികാരി ജനറൽ മോൺസിൻ വിൻ ഈരത്തറ, കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കനകമല തീർത്ഥാടന കേന്ദ്രത്തിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പാപപരിഹാര പ്രദക്ഷിണവും ക്രിസ്തുവിന്റെ പീഡാനുഭവ ചരിത്രത്തിന്റെ ദൃശ്യാവിഷ്കാരവും നടന്നു. പരിഹാര പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഫാദർ ജെറിൻ ചൂണ്ടൽ സമാപന സന്ദേശം നൽകി. തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ മനോജ് മേക്കാടത്ത്, സഹവികാരിമാരായ ഫാദർ അജിത്ത് തടത്തിൽ, ഫാദർ റേസൻ തട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി പ്രത്യേക തിരുകർമ്മങ്ങളും പരിഹാര പ്രദക്ഷിണവും നടന്നു. പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഫൊറോന വികാരി ഫാദർ ജേസൺ കരിപ്പായി, സഹവികാരി ഫാദർ ലിൻഡോ കാരേക്കാടൻ എന്നിവർ പരിഹാര പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോളി വടക്കൻ സമാപന സന്ദേശം നൽകി. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കി ആറ്റത്ര ഇടവക ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. പരിഹാര പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികളാണ് അണിനിരുന്നത്. പീഠാനുഭവ സന്ദേശം ഉൾക്കൊള്ളുന്ന നാടകവും അരങ്ങേറി. വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി, സി ലിറ്റി ജോസഫ്, സി ഷാരോൺ, പ്രധാന ട്രസ്റ്റി വിനു പി സൈമൺ എന്നിവർ നേതൃത്വം നൽകി. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ മുഖ്യ കാർമ്മികത്വവും അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സഹകാർമ്മികത്വവും വഹിച്ചു. തൃശൂർ അതിരൂപത ഫിനാൻസ് ഓഫീസർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് പീഡാനുഭവ സന്ദേശം നൽകി. മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പരിഹാര പ്രദക്ഷിണത്തിന് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ, കൈക്കാരൻ വർഗീസ് നീലങ്കാവിൽ, ഫ്രാൻസിസ് ചൊവ്വല്ലൂർ, ഔസേപ്പ് മണ്ടുമ്പാൽ എന്നിവർ നേതൃത്വം നൽകി. പീഡാനുഭവത്തിന്റെ സ്മരണകളുമായി മാള ഫൊറോന പള്ളിയിൽ നിന്ന് ആരംഭിച്ച പരിഹാര പ്രദക്ഷിണത്തിൽ നിരവധി പേർ പങ്കെടുത്തു. മാള ടൗൺ ചുറ്റി നടന്ന കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിന് വികാരി ഫാദർ ജോർജ് പാറമേൽ നേതൃത്വം വഹിച്ചു. കണ്ടശാങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത് ചിറ്റിലപ്പള്ളി എന്നിവർ കാർമ്മികരായി. കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഫാദർ ജോർജ് തോട്ടാൻ പീഡാനുഭവ സന്ദേശം നൽകി. മുണ്ടൂർ പരിശുദ്ധ കർമ്മല മാതാവിന്റെ പള്ളിയിൽ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് നഗരി കാണിക്കൽ ശുശ്രൂഷ നടന്നു. വികാരി ബാബു അപ്പാടൻ നേതൃത്വം നൽകി.
കടങ്ങോട് ഉണ്ണിമിശിഹ പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു. തിരുകർമ്മങ്ങൾക്ക് വികാരി സന്തോഷ് അന്തിക്കാട് കാർമ്മികനായി. ഫാദർ എബിൻ ഒരത്തേൻ CST പീഡാനുഭവ സന്ദേശം നൽകി. വൈകിട്ട് പരിഹാര പ്രദക്ഷിണവും നഗരി കാണിക്കലും നടന്നു. കൈക്കാരന്മാരായ ലൂവിസ് അന്തിക്കാട്, ബിൻഡോ ചൊവ്വല്ലൂർ, സിബി മാറോക്കി എന്നിവർ നേതൃത്വം നൽകി. ഏനാമാക്കൽ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരണം ഭക്തിസാന്ദ്രമായി. ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് ട്രസ്റ്റിമാരായ ലിയോ ഡിക്രൂസ്, ജോജു തോലത്ത്, KR പോൾസൺ, KV ബെന്നി എന്നിവർ നേതൃത്വം നൽകി. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു. തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റ്ലപ്പിള്ളി കാർമ്മികത്വം വഹിച്ചു. പരിഹാര പ്രദക്ഷിണവും നഗരി കാണിക്കൽ ചടങ്ങും നടന്നു. കൈക്കാരന്മാരായ PP ജോസ്, NJ ജെമി, NP സേവി, ലൈജോ ബോണീസ് എന്നിവർ നേതൃത്വം നൽകി. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ ദുഃഖവെള്ളിയാഴ്ച ആചരണം ഭക്തിസാന്ദ്രമായി. പീഠാനുഭവ തിരുകർമ്മങ്ങൾ, കുരിശിന്റെ വഴി, പീഠാനുഭവ സന്ദേശം എന്നിവയ്ക്ക് വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട്, സഹവികാരി ഫാദർ ആൽവിൻ അക്കരപ്പട്ടിയക്കൽ എന്നിവർ നേതൃത്വം നൽകി. കൈക്കാരന്മാരായ ടോണി മാനത്തിൽ, സെബി CK, ND ജോൺസൺ എന്നിവർ നേതൃത്വം വഹിച്ചു. പതിയാരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ലിയോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പരിഹാര പ്രദക്ഷിണവും നഗരി കാണിക്കലും നടന്നു. കൈക്കാരന്മാരായ അന്തിക്കാട് ഫ്രാൻസിസ്, വിൻസെന്റ് ചിറയത്ത്, സണ്ണി ആൻസൺ, ആളൂർ ഔസേപ്പ്, ലേവി തുടങ്ങിയവർ നേതൃത്വം നൽകി. കരുണയുടെ കരങ്ങൾ തേടി ഒറ്റപ്പാലം പാലപ്പുറം കിഴക്കുമുറി വീട്ടിൽ സുരേഷ് കുമാറിന്റെയും ദാക്ഷായണിയുടെയും മകൻ ശ്രീജിത്ത് എന്ന 20 വയസ്സുകാരൻ. പോളി ആർത്രൈറ്റിസ് രോഗം ബാധിച്ച് എറണാകുളം രാജഗിരി ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ ചികിത്സയിലാണ് ശ്രീജിത്ത് ഇപ്പോൾ. സന്ധികളിൽ ബാധിച്ച പോളി ആർത്രൈറ്റിസ് രോഗം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വ്യാപിക്കാതിരിക്കാൻ 15 ലക്ഷം രൂപ ചികിത്സാ ചിലവ് വരും. ക്യാൻസർ 3ാം ഘട്ട ചികിത്സയിൽ കഴിയുന്ന അച്ഛനും അമ്മയും സഹോദരിയും സഹോദരനും അടങ്ങുന്ന കുടുംബം നിത്യവൃത്തിക്ക് പോലും സാധിക്കാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ. ശ്രീജിത്തിന്റെ ചികിത്സാ സഹായത്തിനായി ഒറ്റപ്പാലം നഗരസഭ വൈസ് ചെയർമാൻ രാജേഷിന്റെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർ ജയരാജൻ പ്രസിഡന്റ്, ഉദയപ്രകാശ് സെക്രട്ടറിയായും മണികണ്ഠൻ ട്രഷററായും ചികിത്സാ സഹായ നിധി രൂപീകരിച്ച് ഒറ്റപ്പാലം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സുമനസ്സുകൾക്ക് 4398908473 എന്ന അക്കൗണ്ട് നമ്പറിൽ സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ചേലക്കര. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8920 രൂപ, പവന് 71,360 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3317 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. മലാറയിലെ മാന്തോപ്പ് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നു. കേരളപ്പിറവി സുവർണ ജൂബിലി സ്മാരകമായ മാന്തോപ്പിനായി ചിലവഴിച്ചത് ലക്ഷക്കണക്കിന് രൂപ. പാലപ്പിള്ളി കുണ്ടായിയിൽ കാട്ടാന ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് കുടുംബം. തിരുവില്ലാമലയിൽ തെരുവുകാളയുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് പരിക്ക്. തുടർച്ചയായ വേലിയേറ്റം മൂലമുള്ള ദുരിതം പേറി കൊടുങ്ങല്ലൂരിലെ പുഴയോരവാസികൾ. മണ്ണ് നീക്കം ചെയ്ത് പുഴയുടെ ആഴം കൂട്ടി വേലിയേറ്റം നിയന്ത്രിക്കണമെന്ന് നാട്ടുകാർ. തൃപ്രയാർ സെന്ററിൽ അപകടങ്ങൾ പതിവാകുന്നു. സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കുകയോ അപകട സാധ്യതാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയോ വേണമെന്ന ആവശ്യം. ചെറുതുരുത്തിയിൽ അമിത വേഗതയിൽ വന്ന കാറിടിച്ച് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവത്തിൽ യുവാവിനെതിരെ കേസെടുത്തു. അപകടവുമായി ബന്ധപ്പെട്ട് പോലീസിൽ ലഭിച്ചത് 15 പരാതികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.